നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അടുത്ത ലക്ഷ്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്നും അങ്ങനെ ചെയ്താൽ പിണറായി വിജയൻ അടക്കമുള്ള NDA ഇതര മുഖ്യമന്ത്രിമാരെ നരേന്ദ്രമോദി ഉന്നം വെക്കുമെന്നുമാണ് കെജ്രിവാളിന്റെ പുതിയ വാദം. ജയിലിൽ നിന്ന് സർക്കാരിനെ നയിക്കാൻ തനിക്ക് കഴിയുമെന്ന് നരേന്ദ്രമോദിക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ സ്ഥാനമൊഴിഞ്ഞാൽ രാജ്യത്തിന്റെ ജനാധിപത്യം ഭീഷണിയിലാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പദ്ധതി തയ്യാറാക്കിയതെന്നും കെജ്രിവാൾ അവകാശപ്പെട്ടു. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഡൽഹി സർക്കാർ തകരും. എന്നിട്ട് അവർ തിരഞ്ഞെടുപ്പ് നടത്തി വിജയിക്കാമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇന്ന് രാജിവെച്ചാൽ അവരുടെ അടുത്ത ലക്ഷ്യം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, കേരളത്തിലെ പിണറായി വിജയൻ, തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ എന്നിവരായിരിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാത്തത് പദവിയോടുള്ള അത്യാഗ്രഹം കൊണ്ടല്ല, ഇത് എന്റെ സമരത്തിന്റെ ഭാഗമായതിനാൽ ഇന്ന് ഞാൻ രാജിവെക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തന്നെ രാജിവെക്കാൻ നിർബന്ധിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്ന് മുഖ്യമന്ത്രിയായി തുടരണമെങ്കിൽ അതിന് കഴിയുമെന്നും കോടതി പറഞ്ഞു. അതിനാൽ താൻ മുഖ്യമന്ത്രിയാണെങ്കിൽ കോടതി തനിക്ക് ജയിലിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തിരഞ്ഞെടുപ്പിൽ BJP തോറ്റാലും മോദി മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കളെയും അറസ്റ്റ് ചെയ്യും. എന്നാൽ താൻ രാജിവെക്കാതെ ജയിലിൽ നിന്ന് സർക്കാർ നടത്തിയില്ലെങ്കിൽ മറ്റു മുഖ്യമന്ത്രിമാരെ തൊടാൻ പ്രധാനമന്ത്രി ധൈര്യപ്പെടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹി മദ്യനയ കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്തിരുന്നു. മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത്. 1.5 മാസം നീണ്ട ജയിൽവാസത്തിനു ശേഷം കെജ്രിവാളിന് മെയ് 10 മുതൽ ജൂൺ 1 വരെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ജൂൺ 2-ന് തിരികെ ജയിലിലേക്ക് മടങ്ങണമെന്നും കോടതി കെജ്രിവാളിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ലഭിക്കുന്നതിന് അത്യാവശ്യമല്ലാതെ കെജ്രിവാളിന്റെ ഓഫീസോ ഡൽഹി സെക്രട്ടേറിയറ്റോ സന്ദർശിക്കുന്നതിൽ നിന്നും ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടുന്നതിൽ നിന്നും കോടതി അദ്ദേഹത്തെ വിലക്കിയിരിക്കുകയാണ്. 2021-22 ഡൽഹി സർക്കാരിന്റെ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ആരോപിക്കപ്പെടുന്ന അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നു എന്നതാണ് മദ്യനയ കേസ്. ഡൽഹി പോലൊരു സംസ്ഥാനത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിന് ഡൽഹിയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും സ്വീകാര്യത ലഭിച്ചിരുന്നു. കെജ്രിവാളിനെ പോലെ ഒരു നേതാവിനെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസകരമായ കാര്യമാണ്. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അക്കാര്യം എതിർക്കാൻ കഴിയില്ല എന്നതാണ് സത്യം.